ഇത് ഞാൻ പല നേതാക്കന്മാരോടും ഡീന ജോയ്സ് ജോർജ് പല നേതാക്കന്മാരോടും ഈ ഒരു കുഴിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടല്ല, ഇവിടെ നാട്ടുകാരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ശകലം ഒരു ബുദ്ധിമുട്ടോടെ വന്നു കഴിഞ്ഞ് ഒന്ന് വെട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ കുഴിയിലേക്ക് വീഴും, ആള് മരിക്കും. ആലപ്പുഴ തൃശ്ശൂർ ഒരാൾ മരിച്ചു, ഒരു 23 വയസ്സുള്ള ഒരു പയ്യൻ മരിച്ചു എന്നുള്ള വാർത്ത നമ്മളൊരു 2 ആഴ്ച മുമ്പ് നമ്മളൊരു പത്രത്തിലും ഏഷ്യാനെറ്റ് ന്യൂസിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത് ഇവരോട് ഞാൻ PWD ഓഫീസിൽ പോയി ഞാൻ ചോദിച്ചിട്ട് അവർ 2 ആഴ്ച സമയം തന്നു. 2 ആഴ്ച കഴിഞ്ഞ് ഇപ്പൊ 25 ദിവസമായി. ഇന്ന് വരെ ഈ ഒരു തീരുമാനം ഉണ്ടാക്കാനോ ഈ കുഴി ഇവന്മാര് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ സ്ലാബ് എടുത്തവർ തന്നെ, പണിക്കാർ തന്നെ അത് വെട്ടിപ്പൊട്ടിച്ച് അതിന്റെ കമ്പി എടുത്തിട്ട് അവർ കള്ളു കുടിച്ചു. എന്നിട്ട് ഇപ്പൊ ഇത് മൂടാനായിട്ട് ഇപ്പൊ ആളില്ല, ഇത് മൂടാനും ആളില്ല. ഇവിടെ അപകടകരമായ രീതിയിൽ ഇത് നിൽക്കുവാണ്. ഞാൻ പല നേതാക്കന്മാരെയും കണ്ടു. നിങ്ങൾ ഇലക്ഷനാണ്, ഈ ഇലക്ഷൻ കൂട്ടി ഇവന്മാർക്കൊക്കെ വോട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഇവന്മാരെ കൊണ്ട് ഒരു കാര്യം ഈ കുഴി മൂടാൻ പോലും പറ്റില്ല. ഈ നാറികൾക്കൊക്കെ എന്തിനു വോട്ട് ചെയ്യണമെന്ന് നിങ്ങളത് ചിന്തിക്കുക. ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഞാൻ അതുകൊണ്ട് ഒരു വ്യത്യസ്തമായൊരു പ്രതിഷേധം ഞാനിവിടെ വച്ചാണ്, എല്ലാവരും കാണാൻ വേണ്ടിയാണ്. ഓക്കെ, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു റീത്തൊക്കെ വെച്ച് ഇവിടെ ഒരു നമ്മുടെ ഈ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് സ്വന്തമായിട്ട് റീത്ത് വെച്ച് ഇവിടെ പ്രതിഷേധം അറിയിച്ചത്. അപ്പോൾ ഈ പുറകിൽ കാണുന്ന ഈ ഒരു കുഴി എന്ന് പറഞ്ഞാൽ തൊടുപുഴ മണക്കാട് റോഡിലുള്ള ഒരു കുഴിയാണ്. അതായത് കോപ്പറേറ്റീവ് കോളേജിലോട്ട് കയറുന്ന വഴിക്കുള്ള ഒരു കുഴിയാണ്. വളരെ അപകടകരമായിട്ടുള്ള രീതിക്കാണ് ഈ ഒരു കുഴി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് അധികൃതരെ അറിയിച്ചിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ ഒരു പ്രതിഷേധമാണ് ഇവിടെ കണ്ടത്, വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ കണ്ടത്. ഇവിടെ പരിപാടി ഇവിടെ ഈ കുഴി എന്റെ പൊന്ന് അഫ്സലെ, ഈ കുഴി ഇവിടെ 2 ആഴ്ചയായി അവർ മൂടിത്തരാന്ന് പറഞ്ഞു. ഈ കുഴി നാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ടായിട്ട് ഒന്ന് വണ്ടി ഇത് 6 മാസമായിട്ട് കിടക്കുന്ന കുഴിയാണ്. PWD ചെയ്യുന്ന ഞാൻ 2 ആഴ്ച മുമ്പ് ഞാൻ പരാതി കൊടുത്തു. 15 ദിവസം അവധി അവർ തന്നായിരുന്നു. ഇപ്പൊ 25 ദിവസമായി, ഇതിന് ഒരു തീരുമാനം ഉണ്ടായില്ല. പിന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞ വീഡിയോ ഓഫ് ചെയ്യുക, നിങ്ങൾക്ക് തീരുമാനം തരാന്ന് പറഞ്ഞു. 15 ദിവസം അവധി വന്നു. ആ 15 ദിവസം ഇപ്പൊ 25 ദിവസമായി, ഇതുവരെ തീരുമാനമായിട്ടില്ല. അതിന്റെ പ്രതിഷേധമാണ് ഇന്ന് കണ്ടത്. നിങ്ങൾ നാട്ടുകാരെ അറിയിക്കുക. അവന്മാർ ഇങ്ങനത്തെ ഈ പരിപാടി, നാറിയ പരിപാടി കാണിക്കുന്നത് ഒരുപാട് പേരുടെ ജീവൻ വരെ അപകടത്തിലാവുന്ന ഇത്തരത്തിലുള്ള കുഴികൾ, റോഡ് സൈഡിലുള്ള ഒരു കുഴികളായതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് യാത്രക്കാർക്കും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളൊക്കെ ഈ ഒരു കുഴിയിൽ വന്ന് ചാടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അജയവണ്ടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇത് അധികൃതരിലേക്ക് എത്തുകയും അതുപോലെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നും അറിയിക്കുന്നു. അപ്പോൾ മറ്റൊരു ഇതുപോലുള്ള വീഡിയോകളായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.